നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ റഫീഖാൻ്റെ കാര്യങ്ങളായിരുന്നു മുംബൈയുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ ധാരാവിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ഏതായാലും റഫീഖ് ഭായിൻ്റെ കൂടെ മുംബൈയിലൊന്ന് പോകാനുള്ളൊരു പ്ലാനിങ് നടക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ജീവിച്ച ധാരാവിയിലെ ഭാഗങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഏതായാലും അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കുറച്ച് ദിവസം ഏതായാലും അത്തരം വീഡിയോകൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ റെഡിയാക്കി നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാലേ അത് ഞങ്ങൾ ആ യാത്രകൾ ഇനിയുള്ള യാത്രകളിലൂടെ ഞങ്ങൾക്ക് വീഡിയോകൾ എടുക്കണം എന്നുണ്ട്. അതുപോലെ നമ്മൾ അബ്ദുല്ല ഭായിയും ഒരുപാട് പല സ്ഥലങ്ങളിൽ ജീവിച്ച ആളാണ്. കർണാടകയുടെ പല ഭാഗങ്ങളിലും അതുപോലെ മുംബൈയിൽ ഒക്കെ ജീവിതം കഴിഞ്ഞ ആളാണ്. നമുക്കറിയാം സാധാരണക്കാരനായ ഒരുപാട് ആളുകൾ പല ജീവിത ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല മേഖലകളിലും പല ജോലികളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിവിധ ആളുകളുടെ വീഡിയോകൾ ഞങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യണം എന്നുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ, അതുപോലെ ഓരോ സ്ഥലങ്ങളിലുണ്ടായ വ്യത്യസ്തമായ നമ്മളെ അബ്ദുല്ലയും ചെറുപ്പത്തിൽ തൊട്ട് തന്നെ പല ജോലികൾ ചെയ്തുകൊണ്ട് ജീവിതം തുടങ്ങിയ ആളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്താണ്, എവിടെയാണ് തുടങ്ങിയത്, ഏതാണ് ആദ്യമായി ജോലി ചെയ്ത സ്ഥലം, എവിടെയാണ് നമ്മുടെ ജനിച്ച സ്ഥലത്തിൽ നിന്ന് പുറത്ത് നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇല്ലാതെ മറ്റ് നാടുകളിൽ പോയി ജോലി ചെയ്ത സ്ഥലം എവിടെയാണ്, പുറത്ത് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ അബ്ദുല്ല ഭായ് ഒന്ന് നിങ്ങൾക്ക് പറയാം, എവിടെ നിങ്ങൾ ആദ്യമായി നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്ത് ജോലി ചെയ്ത സ്ഥലം എവിടെയാണ്, നിങ്ങളെ നാടൊക്കെ വിട്ടിട്ട് ഒന്ന് പറയാം. ഞാൻ കർണാടകയിലുണ്ടായത്. ഇവിടുന്ന് കർണാടക ഹൊസ്പേട്ട് ബಳ್ಳാരി ഡിസ്ട്രിക്റ്റിൽ നിങ്ങളെ ഫാമിലിയിലുണ്ടായ സ്ഥലം അത് ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. നാട് കാസർഗോഡെങ്കിലും ഈ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നമ്മളെ അബ്ദുല്ല ഭായിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ നാട്. പക്ഷേ ഉപ്പ ചെറുപ്പത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലേ അവിടെയാണ് ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ ഹോട്ടൽ തുടങ്ങിയ പിന്നെ നമ്മ ഫാമിലി അടുക്കോ അങ്ങോട്ട് പോയി. എന്നാലും ഉപ്പാക്ക് അടുക്കടുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടായതുകൊണ്ട് ഫാമിലി ആയിട്ട് അവിടെ താമസമായി അങ്ങോട്ട് പോയത്. സ്കൂളെല്ലാം അവിടെ അല്ലേ? സ്കൂളെല്ലാം അവിടെ തന്നെ ചേർത്ത് അങ്ങനെ ആടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സഹായിച്ചുകൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ഹോട്ടല് ഉപ്പാനൊക്കെ ഇങ്ങനെ പെരുങ്ങിക്കൊണ്ട് അങ്ങനെല്ലാം ഉണ്ടായി. ഇതെല്ലാം ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലം കാസർഗോഡ് അതല്ലെങ്കിൽ മലയാളികൾ ഉള്ള സ്ഥലമോ അല്ല? ഗൗഡന്മാർ കന്നഡക്കാര് മലയാളികൾ ഉണ്ട്, പക്ഷെ അത്രയില്ല, കുറവ്. ഈ ഹോസ്പിറ്റൽ മെയിൻ എന്ത് അവിടെ പരിപാടി? കൃഷി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ എന്ത് മെയിൻ അവിടെ നടക്കുന്ന ഹോസ്പിറ്റലിൽ? അവിടെ മൈൻസ് കല്ല്. എന്ത് കല്ല്? മറ്റേ ഇരുമ്പുണ്ടാക്കുന്ന മൈൻസ് കല്ലില്ലേ, ആ കല്ലാണ് അവിടെ ഖനനം നടക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പൊ അതിന്റെ തൊഴിലാളികളുണ്ടോ? അതേ നാട്ടുകാരായിരിക്കുമല്ലോ തൊഴിലാളികളോ? ആന്ധ്ര, തമിഴ്നാട്, കർണാടകത്തെ ഉണ്ടാവും. അങ്ങനെ 3 സ്റ്റേറ്റിൽ നിന്നും അപ്പൊ കുറെ തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ അല്ലേ ആൾക്കാരുണ്ട്? ഏകദേശം ആന്ധ്രക്കാരാണ് ജാസ്തി ഉണ്ടാവല്ലോ. അതെ. അപ്പം അങ്ങനെ കുറേ കാലം അവിടെ ഉപ്പാൻ്റെ കൂടെ അവിടെ സഹായിച്ചുകൊണ്ട് പഠിത്ത എന്ത് സ്കൂൾ ജീവിതവും അതുപോലെ ഹോട്ടൽ ജീവിതം എല്ലാം അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കാൻ വയസ്സ കുറവുണ്ടായിരുന്നു. അങ്ങനെ പഠിപ്പത്തിൽ ഞാൻ വയസ്സ് ബാക്ക് ഉണ്ടോകൊണ്ട് അങ്ങനെ ഞാൻ സ്കൂൾ മതിയാക്കി. ഏകദേശം 13 വയസ്സാകുമ്പോൾ സ്കൂൾ മതിയാക്കിയ. പിന്നെ കുറേ വെറുതെ ഇരിക്കുമ്പോൾ നീ ഉപ്പമല്ലോ മലയാളികൾ കാസർഗോട്ടാറ് പിന്നെ പഠിക്കുന്നുണ്ടായ സ്കൂൾ കർണാടക സ്കൂൾ. കന്നഡയിലെ പെട്ടെന്ന് ഉറുദു സ്കൂൾ, മീഡിയം സ്കൂൾ. ഉറുദും കന്നഡയിലെ പെട്ടെന്ന് പഠിച്ചാ? ഏകദേശം പഠിച്ചു. നീന്റെ എത്രാമത്തെ വയസ്സിലാണ് അങ്ങോട്ട് പോയത് ഹോസ്പിറ്റലിലേക്ക്? ഞാൻ ഏകദേശം ഞാൻ 6 മാസം ഉണ്ടാകുമ്പോൾ പോയത്. നീ 6 മാസം? ശരി. ശരി. അപ്പൊ പുറയെല്ലാം സംസാരിക്കുന്നുണ്ടായത് തന്നെ നമ്മളെ കാസർഗോഡ് ഭാഷ. പിന്നെ പുറത്ത് സംസാരിക്കുന്ന മലയാളം. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കന്നഡ എല്ലാം അല്ലെ? ആ ഭാഷയെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. കന്നഡ, അല്ലെ? ഹിന്ദി, ഉറുദു എല്ലാ ഭാഷയും അറിയാം. ശരി. അങ്ങനെ നീ തെലുങ്ക് ഭാഷ പഠിച്ചിരുന്നു പറഞ്ഞത്. അപ്പോൾ അവിടെ തെലുങ്കുമാരുണ്ടായതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ആ ഭാഷയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ആന്ധ്രക്കാര്. അങ്ങനെ 13-ാമത്തെ വയസ്സിൽ
പിന്നെ നീ സ്കൂൾ മതിയാക്കിയിട്ട് പിന്നെ ഉപ്പാൻ്റെ കൂടെ ഉണ്ടായതല്ല പുറത്തെവിടെയെങ്കിലും വേറെ ജോലി നോക്കിയാ? ഇല്ല, ഞാൻ ഉപ്പ പുറത്തേക്ക് ജോലി കിട്ടി, വെൽഡിങ് ഷോപ്പിലേക്ക് വെൽഡിങ്ങിൻ്റെ പണി പഠിക്കേണ്ടി പറഞ്ഞിട്ട് വെൽഡിങ് ഷോപ്പിലിട്ട്. അങ്ങനെ ഏകദേശം ഒരു 2 കൊല്ലം വെൽഡിങ് ഷോപ്പ് വീട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം കുറച്ച് പണി പഠിച്ച ശേഷം പിന്നെ അവിടെ ഇട്നാൾ ക്രാസ് പറഞ്ഞിട്ട് ഒരു നാടുണ്ട്, അവിടെ കിർലോസ്കർ കമ്പനി തുടങ്ങി. പിന്നെ ആ കമ്പനിക്ക് ആൾ വേണോ പറയുമ്പോൾ, വെൽഡർ വേണോ പറയുമ്പോൾ ഞാൻ പിന്നെ ആ കമ്പനിക്ക് പോയി. അങ്ങനെ കമ്പനിയിൽ ഞാൻ ഏകദേശം ഒരു 2-2.5 കൊല്ലം അവിടെ പണിയെടുത്തു, കിർലോസ്കർ കമ്പനിയിൽ പണിയെടുത്തു. ആ സമയത്തല്ല എത്ര ശമ്പളം ഉണ്ടായതെന്നുള്ള? ശമ്പളം 30 രൂപ ഉണ്ടായി, ദിവസം 30 രൂപ. 30 രൂപ 5 മണി ശേഷം. പിന്നെ മണിക്കൂറിന് ഓവർ ടൈം. സ്റ്റാഫ് കുറേ ഉണ്ടായിരുന്നല്ല? എത്ര ഉണ്ടായിരുന്നു? ഒരു 500, 600, 700 ആൾക്കാരുണ്ടാവും. 700ഓളം സ്റ്റാഫ് ഉണ്ട് ഇവിടെ. വെൽഡർമാരാ? അല്ല, വെൽഡിങ് എല്ലാം കമ്പനി തുടക്കത്തിൽ ആരംഭിക്കുന്ന സമയമായിരുന്നു. ശരി. അപ്പോൾ ഏകദേശം ഒരു 500-600 ആൾക്കാരുണ്ടാവും. പിന്നെ അങ്ങനെ മലയാളികളുണ്ട് അവിടെ? ഇല്ല, കാസർഗോട്ടാറ മലയാളികളാ? ഇല്ല, കാസർഗോഡുകാരില്ല. മലയാളികളുണ്ട്, പക്ഷേ അത്ര തന്നെ ഏകദേശം ഒരു 10-20 ആൾ 30 ആൾ ഉണ്ടാവും ഫാമിലി. പിന്നെ വലിയ ആൾക്കാരില്ല ഹോസ്പിറ്റലിൽ, മലയാളി അത്രയില്ല. പിന്നെ ഉണ്ട് ഇവിടുത്തെ പുത്തൂർക്കാരുണ്ട്, പുത്തൂർക്കാർ കുറേ ഉണ്ട് അവിടെ. പുത്തൂർക്കാർ ഏകദേശം ഒരു 100-200 ഫാമിലിയെല്ലാം ഉണ്ടാവും. കേക്കമ്പത്തൂർ. അല്ല, ഓരോ സംസാരം ഇതല്ല, മലയാളമല്ലോ, അതൊക്കെ കന്നഡ തന്നെയല്ലേ? അവര് കന്നഡ നക്കനിക്ക് സംസാരിക്കുന്നു. പിന്നെ മലയാളം കന്നഡ എല്ലാം പിന്നെ പറഞ്ഞു ഒരു നാട് തന്നെയല്ലേ. അങ്ങനെയാണ് നിങ്ങളെ ജീവിതം. അവിടെ ആദ്യം പുറത്തായിട്ട് തൊഴിൽ ചെയ്യുന്നത് ഈ കിർലോസ്കർ കമ്പനീൻ്റെ അവിടെ വെൽഡറായിട്ടാണ് ജോലി അല്ലേ? വെൽഡിങ് ഷോപ്പിൽ ആദ്യം തുടങ്ങി, പിന്നെ അവിടെ പോയി കയറി നാട്ടിൽ തന്നെ ഉണ്ടായത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2.5 കൊല്ലം കിർലോസ്കർ കമ്പനിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജിൻഡാൽ കമ്പനിയിലേക്ക് ഒരു ഓഫർ വന്നു. അതായത് വലിയ മൾട്ടിനാഷണൽ കമ്പനി എല്ലാം പണിയെല്ലാം തുടങ്ങിയത് തന്നെ. ജിൻഡാൽ കമ്പനിയിൽ ഓഫർ വന്ന് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ ഞാൻ ജിൻഡാൽ കമ്പനിക്ക് പോയ ശേഷം എനിക്ക് ആടിന് പോകാൻ മേലെ പൂരിപ്പിച്ച് കൊടുത്ത ശേഷമാണ് പ്രായപൂർത്തിയാവാത്ത കൊണ്ട് എന്നെ എടുത്തില്ല. 18 വയസ്സാകുന്നതിന് മുമ്പ്. 18 വയസ്സാവാത്ത കൊണ്ട് അപ്പൊ ബാലവേലയിൽ വിടും. അതുകൊണ്ട് ഒരു കമ്പനി റൂൾസ് പ്രകാരം അത് അവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. എന്നിട്ട് അത് നാട്ടിൽ തന്നെ? ആടന്നെ ഹോസ്പിറ്റലിൽ 20-25 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ. അപ്പോൾ ഡെയിലി അല്ല, അത് എൻ്റെ ജോലി കയറിയിട്ടേ ഇല്ല അവിടെ? ഇല്ല, ജോലി കൊടുത്ത്. പക്ഷെ അത് വയസ്സിന്റെ ഇത് തെളിയിക്കാം. ഓക്കെ. അത് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം പോലും അവിടെ ജോലി ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ വന്ന് ഉപ്പാനൊക്കെ ഹോട്ടലിൽ തന്നെ ഉള്ളു. അങ്ങനെ ഉപ്പാനൊക്കെ കൂട്ടായിട്ട് അവിടെ എന്തെല്ലോ ഫുഡ് ഉപ്പ ഉണ്ടാക്കിക്കൊണ്ടേ ഹോട്ടലിൽ? അവിടെ ബിരിയാണി, പോത്തിറച്ചി ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ കീമ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് പിന്നെ പണ്ടായതുകൊണ്ട് പോത്തിറച്ചി ബിരിയാണി എല്ലാം നടക്കും. ഇപ്പോൾ അവിടെ അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അവിടെ ബിരിയാണി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടുണ്ട്. അവിടെ കുറേ ഹോട്ടലുണ്ട്. ഒരു 30-40 ഹോട്ടൽ എന്തോ ഉണ്ട്. അല്ല, കർണാടകയിൽ അങ്ങനെ കിട്ടുന്നില്ലാതെ പിന്നെ ഇല്ല. അവിടെ ഞങ്ങൾ ഹോസ്പിറ്റൽ ആ ഭാഗത്ത് വലിയ പ്രശ്നമില്ല. എന്തായാലും പുറത്തുനിന്ന് മാർക്കറ്റ് തന്നെ ഉണ്ട്. ശരി. ഇതൊരു കച്ചവടം തന്നെ അല്ല? പോത്തിന്റെ പോത്ത് പറഞ്ഞാൽ ഈടെ പോത്ത്, അവിടെ മൂരി, പയ്യു, അങ്ങനത്തെ അതെല്ലാം ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ മാർക്കറ്റ്, അതിൻ്റെ മാർക്കറ്റ് വേറെ, മട്ടൺ മാർക്കറ്റ് വേറെ, മീൻ മാർക്കറ്റ് വേറെ, ചിക്കൻ മാർക്കറ്റ് വേറെ, അങ്ങനെ ലൈനായിട്ട് എല്ലാ മാർക്കറ്റ് ഒരു സെക്ഷൻ വേറെ. ശരി. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ മറ്റോ അവിടെ പോയിട്ടുണ്ടോ? അടുത്ത കാലത്ത് പറഞ്ഞ ഒരു 15 കൊല്ലം അപ്പുറം പോയിട്ടുണ്ടായി. 15 കൊല്ലം. ഒന്നും കൂടി പോകണമെന്നുണ്ടോ അതിലേക്ക്? പോകണം. അല്ലേ, നമുക്ക് ഒന്ന് പോകണ്ടേ? നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നീ ഒരു ജോലി ചെയ്ത സ്ഥലവും അതുപോലെ ആ മാർക്കറ്റും ആ സ്ഥലങ്ങളും മൈനിങ്ങിൻ്റെ സ്ഥലവും ഒക്കെ ഒന്നുകൂടി കാണണം ഇൻഷാ അല്ലാ. അപ്പോൾ അതിനെല്ലാമായിട്ട് നമുക്കൊരു യാത്ര പുറപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പാൻ്റെ കൂടെ തന്നെ കുറച്ച് കാലം അവിടെ. പിന്നെ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാം അറിയും? കുക്കിംഗ് എല്ലാം പഠിച്ചു. എന്തെല്ലാം പഠിച്ചു? കുക്കിംഗ്, ചൈനീസ് ഐറ്റം എല്ലാം അറിയും. പിന്നെ ഞാനിവിടെ ചൈനീസ് ഫുഡെല്ലാം ഉണ്ടായിരുന്നു അവിടെ? ചൈനീസ് ഫുഡ് ഉണ്ടായിരുന്നു. ഉപ്പാക്ക്
ഹോസ്പിറ്റലില്ലാത്ത അരിയാറ്, തോർണാക്കല്ല്, ടുംകൂറ്, ഇട്നാൾ ക്രാസ്, കുഷ്ടികി, ഇതെല്ലാം പിന്നെ ഗുദ്ഗുംപ ക്രാസ്, ഗംഗാവതി, ആ ഭാഗത്തെല്ലാം ഉപ്പാക്ക് ഒരേ ഹോട്ടലുണ്ടായിരുന്നു. ഉപ്പാക്ക് ആ സമയത്ത് ഏകദേശം ഒരു 8-9 ഹോട്ടലെന്തോ ഉണ്ടായിരുന്നു ഒരേ സമയത്ത്. ആ അത് ശരി. ആ ഒരു ഹോട്ടൽ മുതലാളിന്റെ മോനായിരുന്നു നീ. അതെ. നിനക്ക് ഏതൊക്കെ ഒന്ന് നോക്കി നടത്താൻ മതിയായിരുന്നില്ല അവിടെ തന്നെ. നീ എൻ്റെ ഇടയ്ക്ക് വെൽഡിംഗ് എല്ലാം പഠിച്ചിട്ട് പുറത്ത് പോയതിന് അവിടെ തന്നെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ഫീൽഡ് ഭക്ഷണം ഉണ്ടാക്കാനും പഠിച്ച് പിന്നെ അതന്നെ നോക്കായിരുന്നില്ലേ? നോക്കാമായിരുന്നു. എനിക്ക് ഒരു ഹോബി എനിക്ക് വെൽഡിങ്ങിന് ഭയങ്കര അങ്ങനെ മനസ്സിലേക്ക് വെൽഡിങ് കയറിയത് കൊണ്ട് ആ വെൽഡിങ്ങിലേക്ക് തിരിഞ്ഞ് അങ്ങനെ വീണ്ടും ഹോട്ടലിലേക്ക് എത്തി. ഫുഡെല്ലാം ഉണ്ടാക്കാൻ പഠിച്ച്. എല്ലാം പഠിച്ചു. ആടെ ഉപ്പാൻ്റെ കൂടെ എത്ര ഉണ്ടായിരുന്നു? ഉപ്പാന്റെ അടുത്ത് ഞാൻ ഏകദേശം ഒരു 8 കൊല്ലം ഉപ്പ എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. ആടെ ഹോട്ടലിൽ തന്നെ ഒരേ ഹോട്ടലിലല്ല മാറി മാറിയിട്ടുണ്ടായിരുന്നു? ഇല്ല, മാറി ഉണ്ടായിരുന്നു. ബൈക്കോ തുറന്നാക്കല്ലേ ഉണ്ടാവും. ഒരു മാസം കഴിഞ്ഞ് പിന്നെ അവിടെ കുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ലീവിന് പോകുമ്പോൾ ഞാൻ പോയിരിക്കായിരുന്നു. പിന്നെ കുഷ്ടിയിലുണ്ടായിരുന്നു. ഇങ്ങനെ മാറിയിട്ട് എല്ലായിടത്തേക്കും ഞാനുണ്ടാവും. അങ്ങനെ നാട്ടിൽ ആ ഉപ്പ ഉള്ള സ്ഥലത്ത് പിന്നെ ഏകദേശം കുറെ കാലം അവിടെ തന്നെ ജോലി ചെയ്തു അല്ലേ? ഒരു 10 കൊല്ലത്തോളം ഏകദേശം ആ പിന്നെ ഉപ്പാൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. ഉപ്പ എല്ലാം ഉള്ള പിന്നെ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടാവും. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് നീ ഉപ്പാന് പിന്നെ ഹോട്ടൽ ഒഴിവാക്കുന്നുണ്ട്? എപ്പോ ഹോട്ടൽ ഫുള്ള് ലോസ് ആയി. എന്തായാലും ആടെ മാനേജർമാരെ വെച്ചിട്ടാണ് ഉപ്പ നടത്തിച്ചോണ്ടുണ്ടായത്. ശരി. അപ്പോൾ കുറെ ലോസ് ആയി. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് കഴിയാത്ത കൊണ്ട് എല്ലാം വിട്ടു. പിന്നെ ഉപ്പാന്ന ഹോട്ടൽ മാത്രമേ ഉണ്ടായിരുന്നു. അരിയാറിലെ ഒന്ന് ഗാർഡൻ ഹോട്ടൽ പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉപ്പ ഞാൻ രണ്ടാളെന്നെ കുറേ നിന്നോണ്ടുണ്ടായി. പിന്നെ അതിന് ശേഷം കച്ചവടം കുറച്ച് ഡൗൺ ആയി. അങ്ങനെ കച്ചവടം എല്ലാം ഡൗൺ ആയി. കച്ചവടം ഡൗൺ ആകുമ്പോൾ പിന്നെ അവിടെ തന്നെ പിടിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോൾ ഉപ്പ എന്താ നമ്മൾ ഫാമിലി എടുക്കുക നാട്ടിലേക്ക് തന്നെ പോയില്ല. അങ്ങനത്തെ ഒരു ധാരണ വന്ന ശേഷം അങ്ങനെ ഹോട്ടൽ കൊടുത്തു വേറെ ആൾക്ക്. അങ്ങനെ ആ പൈസ നമ്മൾ നാട്ടിലേക്ക് വന്നു. എല്ലാവരും ഫാമിലി എടുക്കാൻ വന്നു. പിന്നെ നാട്ടിൽ തന്നെ കുറേ കാലം ജോലി ഇല്ലാത്ത ഇങ്ങനെ നിന്നു. കയ്യിലുണ്ടായ പൈസ തീർന്നു. പിന്നെ ഉപ്പ പുതിയ ബസ് ഒരു ഹോട്ടലിലേക്ക് ജോലിയിൽ കയറി. ഇങ്ങനെ കയറിയിട്ട് ഞാൻ ഇവിടെ മംഗലത്തിൻ്റെ പണിക്കാലോ പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോയി. ഇപ്പോൾ നീ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നീ പിന്നെ ആന്ധ്രയിൽ ജോലി ചെയ്തിരുന്നുള്ള. ആന്ധ്ര പറഞ്ഞാൽ ആന്ധ്ര ബോർഡർ ബള്ളാരി. ആന്ധ്ര ബോർഡർ ഞാൻ ബള്ളാരിയിൽ കുറേ കാലം പണിയെടുത്തു. അവിടെ ഇതന്നെ വെള്ളിങ് പണി തന്നെ എടുത്ത കുറേ കാലം എടുത്തു. എത്ര കാലം? ഏകദേശം ഒരു 8-9 മാസം 9 മാസം മീത്തി എടുത്തിന്. ഒരു കൊല്ലം തന്നെ എടുത്തിട്ടുണ്ടാവും അവിടെ ബള്ളാരിയിൽ. വെൽഡിങ്ങിൻ്റെ റെയിൽവേൻ്റെ ആ സമയത്ത് റെയിൽവേൻ്റെ കരാറുണ്ടായിരുന്നു. റെയിൽവേൻ്റെ ഇത് വെച്ചോണ്ട് ബ്രിഡ്ജ് അങ്ങനത്തെ എല്ലാം പണി ഉണ്ടായിരുന്നു. എത്ര ശമ്പളം ഉണ്ടായി അവിടെ? 40 ഉറുപ്പ 50 ഉറുപ്പ 50 ഉറുപ്പ ഉണ്ടായിരുന്നു. അത് നീ പിന്നെ പരിചയമുള്ളവരുണ്ടായിരുന്നല്ല? നീ തന്നെ ഒറ്റക്ക നാട്ടുകാർ തന്നെ അല്ലെങ്കിൽ മലയാളി? ഇല്ല ആരില്ല, ഞാൻ ഒറ്റക്ക്. എങ്ങനെ ആ ഒരു പണി കിട്ടിയത്? ഞാൻ കിർലോസ്കറിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കോൺട്രാക്ടർ ആ പണി സബ് എടുത്തത്. അതുകൊണ്ട് അടുത്തേക്ക് ബാക്കിയുള്ള കഥകൾ നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും.